ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാരി, എന്തൊക്കെ ഇഷ്ടം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചിരിച്ചോണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് വെച്ചാൽ എനിക്കൊരു വല്ലാത്തൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ കേട്ടണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതാരും അങ്ങനെയുള്ള തെറ്റുകൾ പറ്റരുത് എന്നോർത്തുകൊണ്ട് ഞാൻ പറഞ്ഞിടുകയാണ് ഇത് കേട്ടോ. എനിക്ക് പറ്റിപ്പോയ ഒരു കാര്യമാണ്, ഞാൻ പറയുകയാണ്. ഞാൻ ഇവിടെ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ഒരു 10-15 ദിവസമായി ജോലിയില്ല, വീട്ടിൽ ഇരിക്കുകയാണ്. റബ്ബർ വെട്ടാൻ പോകണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ മഴ തുടങ്ങും, അതുകൊണ്ട് അതും പറ്റത്തില്ല. എന്നാൽ ഹോം നഴ്സിൻ്റെ വർക്കിന് പോകാം എന്നോർത്തുകൊണ്ട് യൂട്യൂബിൽ ഞാനൊന്ന് തേടി നോക്കി. യൂട്യൂബിൽ തേടിയപ്പോഴത്തേക്കിന് യൂട്യൂബ് ഒരു ചാനലിൽ ഒരു വീഡിയോസ് കിടക്കുന്നുണ്ട്, വീട്ടു ജോലിക്ക് ആളെ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ നമ്പർ എടുത്തു. പതുക്കെ ആ നമ്പർ ഞാൻ എടുത്തിട്ട് എന്നാൽ വിളിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എടുത്ത് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് ഞാൻ ഇത് ഓഫീസാണോ വെച്ചാൽ അല്ല, ഇത് ഓഫീസല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അപ്പം ഒരാളാണ് ഫോൺ എടുത്തത്. ഒരു 10-28 വയസ്സ് കാണുമായിരിക്കും ഒരു ചെറുക്കൻ. 30 വയസ്സ് ഉദ്ദേശിക്കുന്നു, എൻ്റെ സംസാരം കേട്ടിട്ട് അത്ര എനിക്ക് തോന്നുന്നത്. ഒരു ചെറുക്കനാണ് ഫോൺ എടുത്തത്. ഞാൻ ചോദിച്ച് എവിടെയാണ് സ്ഥലം വെച്ചാൽ എറണാകുളമാണെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ജോലിയുടെ വർക്ക് ഇത് ഇട്ടേക്കുന്നുണ്ട്, അത് കണ്ടാണ്ട് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പറഞ്ഞു ശരി, നമുക്കൊരു കുട്ടീനെ നോക്കാനായിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടീനെ നോക്കാനായിട്ടാണ് ഞാനും കണ്ടേക്കുന്നത്, പിന്നെ എന്നാൽ വരണോ, ശമ്പളമൊക്കെ പറയുമെന്ന് വെച്ച്. ആ ശമ്പളം 26,000 എന്നാലും വരണം. അവന് കുട്ടീൻ്റെ ഉമ്മ ഗൾഫിലാണ്. ഉപ്പ ഡിവേഴ്സാണ്, അതുകൊണ്ട് അവർ ഡിവേഴ്സാണ്, അതുകൊണ്ട് കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടീൻ്റെ ഉപ്പ പോയേക്കാണ്, ഉമ്മ ഗൾഫിൽ പോയേക്കുന്നു. അപ്പോൾ ഒരു കുട്ടീനെ എനിക്കൊരു കുട്ടിയുടെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ ശരി സംസാരിച്ച് കട്ട് ചെയ്തപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ എൻ്റെ നമ്പർ എടുത്ത് വാട്സപ്പ് ഉണ്ടാക്കി വാട്സപ്പിലിട്ട് മെസ്സേജ് അയച്ചു. വാട്സപ്പിലിട്ട് മെസ്സേജ് ഇട്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ ഇട്ടു തന്നു. ഒരു കുട്ടി, ഒരു 8 മാസം തോന്നുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് എനിക്ക് ഇട്ടത്. ഒരു മോൻ്റെ ഫോട്ടോ, നല്ലൊരു കുട്ടി, അവൻ്റെ ഫോട്ടോ ആണ് എനിക്ക് ഇട്ട് തന്നത്. ഇതാണ് മോനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ആയിക്കോട്ടെ, ഇൻഷാല്ലാ ഞാൻ വരാൻ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 26 സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞു 26,000 സാലറി ഇച്ചിരി കുറവാണ്, ഞാൻ രാവും പകലും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കേണ്ട ആളല്ലേ, ഇച്ചിരി കുറവാണ്, നിങ്ങൾ ഇച്ചിരി കൂടെ കൂട്ടി തരുമോ എന്ന് ചോദിച്ചു. അത് 2 മാസം കഴിയട്ടെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി ആയിക്കോട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നോട് ഫോണിലായിട്ട് ഒരുപാട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, നല്ല സ്ഥലമാണ്, നല്ല വീടാണ്, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങളെന്താണെങ്കിലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് അവർ സംസാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല. അവർ വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ കുട്ടീനെ ഇപ്പോൾ ആരാണ് നോക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഉമ്മ ഉണ്ട്, പിന്നെ ഉപ്പ ഉണ്ട്, ഉമ്മായി പോയി അവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ അവരാണ് ഇപ്പോൾ കുട്ടീനെ നോക്കുന്നത്. പിന്നെ ഉമ്മാക്ക് ഇപ്പോൾ സുഖമില്ല, വേറെ അതൊരു ജോലിക്കാരിനെ അവിടെ വെച്ചിട്ടുണ്ട്. അവർക്കിങ്ങനെ വന്നു പോകുന്ന ജോലി അവർ നിൽക്കത്തുള്ളൂ, അല്ല സ്ഥിരമായിട്ട് അവർ നിൽക്കത്തില്ല, അതുകൊണ്ട് അവർ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് തിങ്കളാഴ്ച ഇടന്ന് വരുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ തിങ്കളാഴ്ച ഇടന്ന് വരാം, കുട്ടീനെ ഞാൻ നോക്കാം, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഓക്കെ ശരിയെല്ലാം പറഞ്ഞ് എല്ലാ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഫോണ് ഒക്കെ കട്ട് ചെയ്തു. രാത്രി 11:15 എൻ്റെ ഫോണിലൊരു കോള് വരുന്നു, വാട്സാപ്പ് കോള്, വീഡിയോ കോള്. ഞാൻ എന്തായിരുന്നറിയാം, എടുത്തില്ല. എന്നെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, രാത്രി ഇനി എന്ത് കോള് വന്നാലും ഞാൻ എടുക്കത്തില്ല. 8 മണി കഴിഞ്ഞാൽ ഒരു കോള് വന്നാലും ഞാൻ എടുക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കോള് വന്നു, ഞാൻ എടുത്തില്ല. രണ്ടാമത് വിളിച്ചു, ഞാൻ എടുത്തില്ല. മൂന്നാമത് വിളിച്ചു, ഞാൻ എടുത്തില്ല. നാലാമത് വിളിച്ചു, ഞാൻ എടുത്തില്ല. ഞാൻ എന്താ ചെയ്തത്, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മാന്യമായിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തൊരു മെസ്സേജ് വന്നെടുക്കുന്നത് 30,000 സാലറി തരാം, വെള്ളിയാഴ്ച ഇടന്ന് വരണം എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വെള്ളിയാഴ്ച ഇടന്ന് വരാം. ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല. യൂട്യൂബ് ഇത് കിടക്കുന്ന എല്ലാം ഉടായിപ്പാണ്, തട്ടിപ്പാണ്. അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് കള്ളത്തരമാണ്. ആരും നമ്പർ എടുത്തിട്ട് വിളിക്കരുത്, കള്ളത്തരമാണ്. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയുകയാണ്. ആർക്കും അങ്ങനെയുള്ള അബദ്ധം പറ്റില്ല, എല്ലാം കള്ളത്തരം. അഥവാ നേരിട്ട് ചിലപ്പോൾ ഓഫീസിലൊക്കെ ചെന്നിട്ട് നേരിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നു, അല്ലാതെ ഇങ്ങനെയുള്ള ഓരോ വ്യക്തിയുടെ നമ്പർ എടുത്തിട്ട് വിളിക്കൽ അബദ്ധമാണ്. പറ്റിപ്പോയതാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. എനിക്കിനി അങ്ങനെയുള്ള തെറ്റുകൾ പറ്റാമെന്ന് നോക്കിക്കോളൂ, ഞാൻ നോക്കുകയും ചെയ്യും. എൻ്റെ നമ്പർ കൈവിട്ട് പോയെന്നേ ഉള്ളൂ. ഇനി നമ്പറിനെ അവരാർക്കെങ്കിലും കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ നമ്പർ എന്തായാലും ആ ഒരു ഇതിൽ കൈവിട്ട് പോയി. എന്നാലും എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്താ ഡീൽ ചെയ്യാൻ എനിക്ക് നല്ല തൻ്റെ ഇടം ഉണ്ടാകുമെന്ന് എനിക്കറിയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് രാവിലെ എന്നിട്ടൊരു 12 ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച ജോലിക്ക് വരാമെന്ന് പറഞ്ഞാൽ എന്തായി? അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവൻ ഉടായിപ്പാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്നേരത്തെ ഒരു മെസ്സേജ് ഇട്ടു, നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കൂ, അവരെ കൊണ്ട് എന്നെ വിളിക്കൂ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ല, മോശമായിട്ടൊന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിപ്പിക്കാവോ, ഞാൻ വരാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു.
12:30 ആയപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട്, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ജോലിക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ആരെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് സംസാരിപ്പിക്കുക. അത് ഞങ്ങൾ വീട്ടിൽ സ്ത്രീകളൊന്നുമില്ല. നമ്മൾ ഇപ്പം സ്ത്രീകളൊന്നും ഇല്ല ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ പിന്നെ ആരാ ഞങ്ങൾ ഈ കുട്ടീനെ ഇപ്പോൾ ആരാ നോക്കുന്നത്? ഈ കുട്ടി എവിടെയാണ്? അത് ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ലേ, ഞങ്ങളെല്ലാവരും കൂടെയൊക്കെയാണ് നോക്കുന്നത്, ഞങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരു സ്ത്രീ ഇല്ലാതെ ഈ കുഞ്ഞിനെ ആർക്കും നോക്കാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോ സംസാരിക്കാൻ പറ, ഞാൻ വരാം. കുട്ടിയുടെ കാര്യമില്ല, കുട്ടിയെന്ന് വെച്ചാൽ എനിക്ക് സങ്കടം, ഒരു കുഞ്ഞല്ലേ, എനിക്ക് വരാം, ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു സഹതാപവും ആ കുട്ടികളോട് സ്നേഹവും ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിനെ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇയാൾ എന്നെ 2-3 തോന്നിയവാസം പറിച്ചത് വെച്ചിട്ട് പോടാ നായേന്ന് പറഞ്ഞു. ഞാൻ സത്യം തന്നെ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു ഫോണ്. മേലാൽ എൻ്റെ ഫോണിലും കാണാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് കേസ് കൊടുക്കുന്നു നിൻ്റെ പേരിലും, പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇട്ടവരുടെ പേരിലൊക്കെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. നിൻ്റെയൊക്കെ തട്ടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക്, നീയൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴേ അവൻ വാട്സാപ്പ് നമ്പരും ബ്ലോക്ക് ചെയ്തിട്ട് അവൻ പോയി കഴിഞ്ഞു. അവന് എങ്ങനെയുണ്ട്? ഞാൻ അവിടെ ചെന്ന് പെട്ടിരുന്ന എൻ്റെ അവസ്ഥ എന്തായാലും. അള്ളാഹു വലിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നാഥൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടും എൻ്റെ അള്ളാഹിൻ്റെ അനുഗ്രഹം എനിക്ക് ഒപ്പം ഉള്ളത് കൊണ്ടും ഏതൊരാപത്തിൽപ്പെട്ടാലും അവിടെ നല്ല എൻ്റെ അള്ളാഹ് എന്നെ രക്ഷിക്കും. എനിക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ആരും ചതിയിൽ ചെന്ന് ചാടല്ലേ എന്നെനിക്ക് പറയാനുള്ളത് കേട്ടോ.